ഗിരീഷിന്റെ ഭാര്യ രജനി അറിയുന്നതിന് താങ്കളുടെ ഭർത്താവ് ഗിരീഷിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായി ഈ കത്ത്. കെ ഗ്രൂപ്പ് ആരംഭിക്കുന്ന മാലിന്യ പ്ലാന്റിന്റെ കാര്യത്തിൽ ഇടപെടുന്നതിൽ നിന്നും പിന്മാറാൻ നിങ്ങളുടെ ഭർത്താവിനോട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടു. അനുസരിക്കുന്നില്ല. ഇനി അവസാന കൈ നടത്തേണ്ടി വരും. നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കണം. എടുത്ത ചാട്ടത്തിൽ നിന്ന് ഭർത്താവിനെ പിന്തിരിപ്പിക്കുക. പ്ലാന്റുമായി സഹകരിക്കാൻ ഉപദേശിക്കുക. ഒരു കുടുംബം അനാഥമാക്കണ്ടെങ്കിൽ ഉപദേശിക്കുക. ബുദ്ധിപൂർവം പ്രവർത്തിക്കുക എന്ന് അഭ്യുദയകാംക്ഷി. എന്താ മോളെ? ഈശ്വര, ഇതെന്താ മോളെ? പരസ്യമായിട്ടാണല്ലോ ഭീഷണിക്കത്ത് അയച്ചിരിക്കുന്നേ. മോളെ, ആ കെ നായർ ഇറങ്ങി പോകുമ്പോ പറഞ്ഞതൊക്കെ കേട്ട് എനിക്ക് പേടിയായതാ. അമ്മേ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അപകടം ഉണ്ടാക്കുന്നല്ലേ എഴുതിയിരിക്കുന്നത്. അമ്മ ആ കെ നായർ പോയൊന്ന് കാണണം. ഒത്തുതീർപ്പിനെ കുറിച്ച് സംസാരിക്കണം. എന്താ രജനി? ഞാൻ പറഞ്ഞല്ലേ ക്ലാസ് എക്സാമിന്റെ പേപ്പർ നോക്കുക, എന്നെ വിളിക്കണ്ടാന്ന്. ഇത് രജനിക്ക് വന്നൊരു കഥ, നീ ഒന്ന് വായിച്ചു നോക്ക്. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? രജനി എന്താ വല്ലായിരിക്കുന്നു? നീ ഒന്ന് വായിക്കേ. ഗിരി, എന്നെ അമ്മയും ധൈര്യപ്പെടുത്താൻ വേണ്ടിട്ടാണോ കത്ത് വായിച്ച് ചിരിക്കുന്നത്? ഏയ്, അതൊന്നുമല്ല. നീ ശ്രദ്ധിച്ചില്ലേ? മുഴുവൻ അക്ഷരത്തെറ്റാ. അമ്മ ശ്രദ്ധിച്ചില്ല? അമ്മേ, ഇത് നോക്ക്. അഭ്യുദയകാംക്ഷി എന്ന് ഇങ്ങനെയാണോ എഴുതേണ്ടത്? അഭ്യുദയകാംക്ഷി എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അത് അഭ്യുദയകാംക്ഷി എന്നല്ലേ വേണ്ടത്? ആ, അതുപോലെ നോക്കൂ, അനാഥ. അനാഥ എന്നാ വേണ്ടത്. ഇതിൽ അനാഥ. മൊത്തം പെശക. ഇതിന് മാക്സിമം 10ൽ 3 മാർക്ക് കൊടുക്കാം. അമ്മയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? 3ൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? ഗിരിനി കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാം. മോള് തളർന്നിരിക്കുക. എനിക്കും പേടിയുണ്ട്. പേടിക്കണമേ, പേടിക്കണം. മലയാള ഭാഷയോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് നമ്മൾ പേടിക്കണം.